രാഷ്ട്രീയമായി ശരിയായിരിക്കുക എന്നതല്ല കലയുടെ പ്രാഥമിക ധർമ്മമെന്നും ലളിത യുക്തി കൊണ്ട് കലയെ അളക്കാനാവില്ലെന്നും ചലച്ചിത്ര വിമർശകനായ CS വെങ്കടേശ്വരൻ അഭിപ്രായപ്പെട്ടു. യുവ ചലച്ചിത്ര സംവിധായകൻ മോഹൻ രാഘവന്റെ സ്മരണയ്ക്ക് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന മോഹനം ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ദേശീയ പുരസ്കാരം നേടിയ ചലച്ചിത്ര നിരൂപകനും ഡോക്യുമെന്ററി സംവിധായകനുമായ വെങ്കടേശ്വരൻ. ലളിതമായ ദ്വന്ദ്ങ്ങളെ അട്ടിമറിക്കുന്നതാണ് കല. പുതു സിനിമകൾ സൃഷ്ടിക്കുന്ന പ്രതിലാവണ്യത്തെ വേണ്ടവിധം അംഗീകരിക്കാനും പിന്തുണയ്ക്കാനും സമൂഹം തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതു സിനിമകളുടെ ബദൽ സൗന്ദര്യ സങ്കല്പങ്ങളെ പിന്തുണയ്ക്കുന്ന മോഹനം ചലച്ചിത്രമേളയുടെ സമീപനം അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആളൂർ ഗ്രാമപഞ്ചായത്തും ഗ്രാമികയും ചേർന്ന് ഏപ്രിൽ 15 മുതൽ മെയ് 5 വരെ നടത്തുന്ന ദേശക്കാഴ്ച 2024 കലാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. തുമ്പൂർ ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് PK ഭരതൻ മുഖ്യപ്രഭാഷണം നടത്തി. സംവിധായകരായ സജാസ് റഹ്മാൻ, ഷിനോസ് റഹ്മാൻ, ഫാദർ ജോൺ കവലക്കാട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ സന്തോഷ്, PT വിൽസൺ, VR മനുപ്രസാദ്, ഡോക്ടർ VP ജിഷ്ണു എന്നിവർ സംസാരിച്ചു. തുടർന്ന് മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ചവിട്ട് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. ഇത്തരം ഈ കൂട്ടത്തിൽ പല സിനിമകളും ചെയ്തതാണ്. ഇപ്പോൾ ചവിട്ട് പോലുള്ള സിനിമ ഒരു പക്ഷേ ആൾക്കാർക്ക് ഒരു ദളിത് പക്ഷ സിനിമയാണെന്നൊക്കെ പറയാം. പക്ഷെ അതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല, അതിനപ്പുറം പോകുന്നില്ല. ഒരു രീതിയിൽ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ, മലയാള സിനിമ എന്ന് പറയുന്നതിന്റെ തുടർച്ചയിൽ ആ സിനിമ വിപ്ലവകരമായ ഒരു പുതിയ രൂപം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, പലതരം അടരുകൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ രീതിയിൽ ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ കലാരൂപത്തിന് ഇവിടെ ഒരു സിനിമ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ വന്നപ്പോൾ അത് വിജയിക്കേണ്ടതല്ലായിരുന്നു. ഒരൊറ്റ ആള് ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പോലും ആ സിനിമ കാണുന്നില്ല. അപ്പോ സിനിമയുടെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നാം കാണുന്ന കക്ഷി രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്സ് അല്ല സിനിമയുടെ ഉള്ളിൽ വേണ്ടത്.